ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ശരണമയ്യപ്പ. വേദമാതാജി കി ജയ്. എല്ലാ ആത്മബന്ധുക്കൾക്കും നൂറായിരം സ്നേഹാശംസകൾ. കുടുംബജീവിതം സംതൃപ്തമാക്കി നമ്മുടെ ജീവിതത്തെ ഉയരാനും വളരാനും വളർന്ന് ആകാശത്തിനും മുകളിലെ പാറിപ്പറക്കാനുമുള്ള മനസ്സിൻ്റെ വളർച്ചയെ നമ്മുടെ വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായാണ് ഈ അദ്വൈതാമൃത ധാരയുടെ വേദ വിചിന്തനം. ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും വേദങ്ങളും ശ്രദ്ധിക്കണം. ബുദ്ധിക്കും യുക്തിക്കും കോമൺ സെൻസിനും അൾട്രാ മോഡേൺ സയൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളിത് ജീവിതത്തിൽ പ്രാക്ടിക്കലായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയായി. നമ്മളിത് ജീവിതത്തിൽ പ്രാക്ടിക്കലായി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ പരമശാന്തമായ സംതൃപ്ത ജീവിതം. അപ്പോൾ ജീവിതത്തിൻ്റെ വാർദ്ധക്യം ഒരു 60 വയസ്സിന് ശേഷം ജീവിതം ശ്രദ്ധിക്കണം. യൗവനം എക്സ്റ്റൻഷനായി ഓൾഡേജ് ഗോൾഡേജായി അടിച്ചു പൊളിക്കാം. അതിനുശേഷം മൃത്യോർമാം അമൃതംഗമയാം. ജനന മഹോത്സവം പോലെ മരണമഹോത്സവമാക്കി മാറ്റണം. ഞാനും നിങ്ങളുമടങ്ങുന്ന ഹൈന്ദവ സമൂഹം. അതിന് മാക്സ് മുള്ളർ പറഞ്ഞ 6500 വർഷം പഴക്കമുള്ള നമ്മുടെ ഈ വൈദിക സംസ്കൃതി ഇന്നും തകരാതെ ഊർജ്ജസ്വലമായി നിൽക്കുന്നുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ മകുടോദാഹരണമാണ് ഞാൻ ഇവിടെ നിന്ന് പറയുന്നതും സോഷ്യൽ മീഡിയകളിൽ വഴി നിങ്ങളിത് കേട്ട് ഞാൻ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും. നോക്കൂ, നമ്മളെ മക്കളോട് പറയണം, 7000 വർഷം മുന്നേ മനുഷ്യനുണ്ടായ ജീവിത പ്രശ്നങ്ങളുടെ ശാശ്വത പരിഹാരമാണ് വേദങ്ങൾ. അപ്പോൾ അൾട്രാ മോഡേൺ സയൻസും അൾട്രാ മോഡേൺ ടെക്നോളജിയും ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തുള്ള വികസനം കുതിപ്പാണ്. മാനവരാശി ഉയരുന്നു. ഈ കാലഘട്ടത്തിൽ അന്ന് മനുഷ്യൻ അനുഭവിച്ച ജീവിത പ്രശ്നങ്ങളുടെ 10000 ഇരട്ടി ജീവിത പ്രശ്നത്തിലാണ് ഞാനും നിങ്ങളുമടങ്ങുന്ന സമൂഹമുള്ളത്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങൾ നമ്മുടെ മക്കൾ അനുഭവിക്കാതിരിക്കാൻ ഋഷീശ്വര അനുഭവ അനുഗ്രഹമാണ് വേദം. എന്താണ്? ഋഷീശ്വര ജീവിത അനുഭവ അനുഗ്രഹം. ആ പ്ലഗിൻ്റെ ഉള്ളിലൊന്ന് വിരലിട്ടാൽ അയ്യോ തിരുമേനി ഷോക്കടിക്കും കണ്ടോ. അതെന്താണ്? ഒരു അനുഭവം. ഇതുപോലെ ഋഷീശ്വരന്മാരുടെ അനുഭവമാണ് വേദങ്ങൾ. അവ ശ്രുതി എന്ന് പറയും. കേട്ട് പഠിച്ചിട്ട് അത് അനുഭവ അനുഗ്രഹം. അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചിട്ട്
ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞാൽ ഒരു 1.5 ലിറ്റർ കിട്ടുന്ന ഒരു വസ്തുവല്ല, പിന്നെ ഒരു 2 കിലോ കിട്ടുന്ന ഒരു വസ്തുവല്ല അനുഗ്രഹം. 2 കിലോ ഉണ്ണിയപ്പം കിട്ടും, 1.5 ലിറ്റർ പാൽപ്പായസവും കിട്ടും. അപ്പോൾ അനുഗ്രഹം അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീശ്വരനും നമ്മളും തമ്മിലുള്ള അംബ്ലിക്കൻ കോഡ് എന്നുള്ളതാണ് അനു എന്ന വാക്കിൻ്റെ അർത്ഥം. മനസ്സിലായില്ല അല്ലേ? എടോ അതാരാണ് ആ ബദരി നാരായണൻ? എടോ അതെൻ്റെ അനുജനാണ്. അത് ശരി. അപ്പോൾ ആ ലളിതാംബിക അതെൻ്റെ അനുജത്തിയാണ്. അപ്പോൾ പത്മജ അതെൻ്റെ അനുജത്തിയാണ്. ഇവിടെയാണ് അനു. അനു ഈ അനുഗ്രഹം ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നടന്നു നീങ്ങിയവരുടെ ജീവിത അനുഭവങ്ങൾ നമുക്ക് പാസ് ചെയ്ത് തരുമ്പോൾ അതാണ് ഗ്രഹിക്കുക. അങ്ങനെ അനുഗ്രഹം ഋഷീശ്വര ജീവിത അനുഭവ അനുഗ്രഹമാണ് വേദമാതാവ്. അപ്പോൾ ആ വേദമാതാവിനെ അന്നും ഇന്നും എന്നും ഒരുപോലെ പ്രസക്തിയാണ്. എവിടെ? ജീവിത അനുഭവങ്ങൾക്ക്. അപ്പോൾ ബുദ്ധിക്കും യുക്തിക്കും അൾട്രാ മോഡേൺ സയൻസിനും അൾട്രാ മോഡേൺ സയൻസിനും ആക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വരും തലമുറയ്ക്ക് ഈ സംസ്കാരം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യണം. അപ്പോൾ ഈ വൈദിക സംസ്കൃതിയിൽ ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും അവിടെ ഇവിടെയൊക്കെ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് വ്യാസായ വിഷ്ണുരൂപായ മഹാവിഷ്ണു കൃഷ്ണദ്വൈപായനനായി ഈ ഭൂമിയിൽ അവതരിച്ചു. എന്തിന്? വ്യാസഭഗവാനായി ഉയരാൻ. എന്തിന്? ഈ വേദങ്ങളെയൊക്കെ 4 അവരുടെ ഗുണകർമ്മ വിഭാഗയോ 4 വിഭജിക്കുന്നു. ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന മഹാവാക്യത്തെ യജുർവേദത്തിലാണ് അഹം ബ്രഹ്മാസ്മി. ഋഗ്വേദം, യജുർവേദം. സാമവേദത്തിൽ നമുക്കറിയാം ഛാന്ദോക്യോപനിഷത്തിലെ തത്വമസി മഹാവാക്യം. പിന്നീട് അഥർവവേദത്തിൽ അയമാത്മാ ബ്രഹ്മ, എന്നിലെ ബോധസ്വരൂപമാണ് ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങളും ഈ 4 വേദങ്ങളെ തരംതിരിച്ചതുകൊണ്ട് ഇദ്ദേഹം വേദവ്യാസനായി. ഈ 4 വേദങ്ങളെ തരംതിരിച്ചിട്ട് അദ്ദേഹം പ്രകരണ ഗ്രന്ഥങ്ങളും മഹാഭാരതവും 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എന്തിന് യോഗവാസിഷ്ഠമടക്കമുള്ള നമ്മുടെ ആധ്യാത്മ രാമായണമടക്കം നമുക്ക് എഴുതി തന്ന് എന്തിനാണെന്തിന് അറിയാവോ? വളരെ സിമ്പിളാണ്. ഉറക്കത്തിൽ ചേട്ടന് നല്ല സുഖമല്ലേ? അതെ. മോൾക്ക് ഉറക്കത്തിൽ നല്ല സുഖമല്ലേ? അതെ. യഥ സുഷുപ്തോ ന തവ അസ്തി ദുഃഖം. ഉറക്കത്തിൽ നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന സൗഖ്യം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കാനാണ് വേദങ്ങൾ പഠിക്കുന്നത്. കുട്ടികളോട് പറയണം. കുട്ടികൾക്ക് പറയുന്നതെല്ലാം സാധിപ്പിച്ചു കൊടുത്ത് നല്ല വിദ്യാഭ്യാസവും കൊടുക്കുന്നുണ്ട്, നല്ല പ്രൊഫഷണലാക്കുന്നുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് മലയാളികൾ. അസുഖം വന്നു കഴിഞ്ഞാൽ ഈ അൾട്രാ മോഡേൺ ഫെസിലിറ്റി ട്രീറ്റ്മെൻറ്റും കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മനസ്സിന് കരുത്ത് കൊട്ടത്ത് നല്ല വ്യക്തിത്വമാക്കി വളർത്തിയെടുക്കുന്നില്ല. ഇവിടെയാണ് വേദങ്ങളുടെ പ്രസക്തി. അവർക്കൊരു ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ പുറത്ത് കടക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആണ് അവരെ വേദവിഹിതമായ വൈദിക സംസ്കൃതിയിൽ വളർത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേദങ്ങൾ പറയുന്നു, യഥസുഷുപ്തോ ന തവ അസ്ഥി ദുഃഖം സ്വപ്നേ സജീവേ സുഖദുഃഖഭോക്ത സ്വമായയാ കൽപ്പിത ജീവലോകേ സുഷുപ്തികാലേ സകലേ വിനീത തമോഭിഭൂത സുഖരൂപമേ ഇതി. എൻ്റെ രൂപം, ഞാൻ സുഖസ്വരൂപനാണെന്ന് എൻ്റെ കുടുംബത്തെ ഞാൻ പ്രൂവ് ചെയ്യണം. അപ്പോഴേ ശ്രദ്ധിക്കണം, സമൂഹത്തിൽ നിന്നും ഇന്ന് കുടുംബ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം
മക്കൾ അച്ഛനെയും അമ്മയെയും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. മക്കൾ അച്ഛനും അമ്മയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അച്ഛനും അമ്മയും മക്കളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഭാര്യ ഭർത്താവിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഭർത്താവ് ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം വേദവ്യാസ ഭഗവത്പാദരുടെ അനുഗ്രഹമില്ല. അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്? മനസ്സിൻ്റെ വ്യാസം ഉണ്ടാകുന്നില്ല. ഇദ്ദേഹം തന്ന ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിൻ്റെ വ്യാസം വികസിപ്പിക്കണം. മനസ്സിൻ്റെ വ്യാസം വികസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റൻസി. അപ്പം നമ്മളെ കുടുംബത്തിൽ ആക്സെപ്റ്റൻസി എന്ന് പറയുന്ന ഈശ്വരീയതയെ വളർത്തിയെടുക്കുകയാണ് വേദവിഹിത സംസ്കൃതി. ഇത് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. കാരണം നമ്മുടെ എല്ലാവരുടെയും പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് മുതൽ മരിക്കുന്നവരെ ഒരു ഹിന്ദുവിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പേര് വേദം. നിങ്ങൾ എടുത്തു നോക്കും മുസ്ലിങ്ങളുടെ പേര് ഏത് പേരിൻ്റെ കൂട്ടത്തിലും ഒരു മുഹമ്മദ് എന്നുണ്ടാവും ഇല്ലേ? മുഹമ്മദ് റാഫി, മുഹമ്മദ് ഷഫീഖ്, മുഹമ്മദ് അബ്ദുള്ള, ഇതുണ്ടാവും. മുഹമ്മദ് കുഞ്ഞാലിക്കുട്ടി ഒക്കെ ഉണ്ടാവും. ഇതുപോലെ വേദങ്ങൾ പറയുന്നു, അഥാസ്യ നാമകരോതി വേദോസീതി തദസ്യ തദ്ഗുഹ്യമേവ നാമ ഭവതി. ഇത് ശ്രദ്ധിക്കണം, അണ്ടർസ്റ്റുഡാണ്. ഓരോ ദേവീദേവന്മാരുടെ പേരിൻ്റെ മുന്നിലും അണ്ടർസ്റ്റുഡായിട്ട് എന്തുണ്ട്? വേദം. അതിനുശേഷം, കാരണം വൈദിക സംസ്കൃതിയിൽ കുട്ടൈ ഉണ്ടായ ഉടനെ തന്നെ, ഇപ്പം ഞാനൊക്കെ എൻ്റെ അമ്മ പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ തൃക്കാർത്തിക നാളിലാണ് ഞങ്ങളുടെ കുടുംബക്ഷേത്രമായ ദേവീക്ഷേത്രത്തിൽ കലശ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂജ നടന്നു കഴിഞ്ഞ ഉടനെ അച്ഛൻ വന്നു കഴിഞ്ഞ ഉടനെ അച്ഛൻ്റെ കയ്യിലോട്ട് കുഞ്ഞിന് വയറ്റാട്ടി അമ്മയുടെ വയറ്റിൽ നിന്ന് എടുത്ത് അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ചൊല്ലുന്ന മന്ത്രമാണ് ഞാൻ ഈ ചൊല്ലിയത് വേദത്തിലെ. നിൻ്റെ പേര് വേദമെന്നാണ്, ഇനി പിന്നെ നിനക്ക് ഞാൻ സൗകര്യപൂർവ്വം മറ്റ് പേരുകൾ വിളിച്ചോളാം എന്ന് ഇവിടെ മനസ്സിലാക്കണം. അറിവാണ്, ജ്ഞാനമാണ്, അനുഭവമാണ്. അപ്പോൾ എന്താവും? സമ്പൂർണ്ണ വ്യക്തിത്വ വികാസമാണ്. വേദങ്ങൾ വരുന്നു, പ്രണവോധനോ ശരോഹ്യാത്മാ ബ്രഹ്മ തത് ലക്ഷ്യമേവ ച. ബ്രഹ്മത്വത്വത്തിലോട്ട് ഉയരുക. ജീവാത്മാവായ ഞാൻ പരമാത്മാവിലോട്ട് ഉയരുകയാണ്. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, നമ്മളിലുള്ള ഊർജം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഊർജങ്ങളും എന്നിലുണ്ട്. കാരണം പഞ്ചഭൂതങ്ങളാണ് പ്രപഞ്ച ഊർജം, അത് എന്നിലാണുള്ളത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ അനന്തമായ പ്രപഞ്ചത്തിലെ അനന്തബോധ ഊർജമാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും സെമിറ്റിക് മതങ്ങൾ പാപികളെ 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 എന്ന് വിളിക്കുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം ചൊല്ലില്ലേ, ഓം പൂർണ്ണമദ പൂർണ്ണമിദം. പൂർണ്ണമാണ് നീ, നിന്നിലാണ്, ഈ വ്യക്തിയിലാണ്. വേദങ്ങളും ഉപനിഷത്തുക്കളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഭാഗവതവും പഠിക്കുമ്പോൾ പൂർണ്ണതയിലേക്ക് ഉയരുകയാണ്. ആ വ്യക്തിയിൽ നിന്നും വ്യക്തിത്വത്തിലോട്ട് ഉയരുന്നതാണ് ഭാരതീയ സംസ്കൃതി. ഈ സംസ്കൃതി വേദകാലഘട്ടത്തിലെ ഇതിൻ്റെ കാഠിന്യത്തിൻ്റെ അപചയം കാരണം, ഇവിടെ ശ്രദ്ധിക്കൂ, 73 മതങ്ങളാണ് ഈ ഭാരതത്തിലുണ്ടായിരുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ മതമാണ് ചാർവണകം എന്ന് പറയുന്നൊരു മതം. അതിലുള്ള ഒരു ഇതിലാണ് ചാർവണക സിദ്ധാന്തം. എന്താണ്? ഋണം കരോതി ഘൃതം പിബേതി ഭസ്മീഭൂതസ്യ ദേഹസ്യ പുനരാഗമനം കുത്തഴിഞ്ഞ ഒരു സംസ്കാരം. കടം മേടിച്ച് ആഹാരം മേടിച്ച് തിന്ന് ചത്ത് പോയി കഴിഞ്ഞാൽ കടം തിരിച്ചടക്കവും വേണ്ട, ഭസ്മമായി, പിന്നെ ഒരു ജന്മവും ഇല്ല. ഇതാണ് ചാർവണക സിദ്ധാന്തം. സമൂഹത്തിൻ്റെ കുത്തഴിഞ്ഞ ഒരു സംസ്കൃതിയിലോട്ട് മാനവരാശി അധപ്പതിക്കുന്ന സന്ദർഭത്തിലാണ് ശങ്കരാചാര്യം, സാക്ഷാൽ പരമേശ്വരൻ തന്നെ ശങ്കരാചാര്യരായിട്ട് ഇവിടെ അവതരിച്ചിട്ട് എന്തിന്? നമ്മളെയൊക്കെ ഈ ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, കുടുംബം എന്ന സ്വർഗീയതയുടെ മുഖ്യധാരയിലേക്ക്, സഹോദര്യത്തിൻ്റെ ഊഷ്മളതയിലേക്ക്
പരമപ്രേമമാകുന്നു ഈശ്വരൻ എന്ന സത്യത്തെ നമ്മളിലോട്ട് എത്തിക്കാൻ പറയുന്നു. വേദോ നിത്യമധീയതാം തതു ദിനകർമ്മസ്യ അനുഷ്ഠീയതാം. ശങ്കരാചാര്യർ പറയുന്നു, വേദങ്ങൾ നിത്യവും പഠിക്കണം. വൈദിക സംസ്കൃതിയാണ് നമ്മുടേത്. ആ വേദവിഹിതമായ കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് വൈദിക സംസ്കൃതിയിൽ ജീവിക്കണമെന്ന് പറയുന്നു. എന്നിട്ട് ദുഃഖ ദുരിതങ്ങളുള്ള ജനതയോട് ശങ്കരാചാര്യർ പറയുന്നു, വേദാന്താർത്ഥ വിചാരേണ ജായതേ ജ്ഞാനമുത്തമം തേന ആത്യന്തിക സംസാര ദുഃഖോ ഭവിഷ്യനു. വിവേകാപു ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറയുന്നു, ഈ പരമ്പരയുടെ കണ്ണിയാകാനുള്ളൊരു സൗഭാഗ്യമാണ് എനിക്കെൻ്റെ ജീവിതത്തിൽ കൈവരിച്ചിരിക്കുന്നത്. ആ പരമ്പര 2 പരമ്പരയാണ്, ന്യൂട്രും ഫേസും. അത് സദാശിവ സമാരംഭം, സദാശിവനിൽ തുടങ്ങി അങ്കിരസ മധ്യമം, അങ്കിരസ ഋഷിയിലൂടെ എൻ്റെ പിതാമഹന്മാരിലെയും എൻ്റെ പിതാവായ നിങ്ങൾക്ക് സുപരിചിതമായ മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനും ഭഗവത്ഗീത ആചാര്യനുമായ എൻ്റെ അച്ഛനിലൂടെ എന്നിലെത്തിയ, ശ്രദ്ധിക്കണം, ഈ വേദത്തിൻ്റെ കർമ്മകാണ്ഡ വൈദിക അനുഷ്ഠാനങ്ങളും സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പര. സദാശിവനിൽ തുടങ്ങി പൂർണ്ണതയിൽ തുടങ്ങി ശങ്കരാചാര്യരായ പൂർണ്ണതയിലേക്ക് എത്തി. സ്വാമി ചിന്മയാനന്ദ മഹാരാജ് എന്ന പൂർണ്ണതയിലെത്തി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ശിഷ്യനായി ഈ ജ്ഞാന പരമ്പരയിലൂടെയും യാത്ര ചെയ്ത് ജീവിത അനുഭൂതികളാകുന്ന മുത്തും പവിഴവുമാകുന്ന മാധുര്യം അനുഭവിക്കാൻ ഒരു സൗഭാഗ്യം കിട്ടി. അതിൻ്റെ മാധുര്യമാണ് നിങ്ങളിലോട്ടും എനിക്ക് തരാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മക്കളോട് പറയണം. ഇപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം നിഷേധ്ജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കോ, നമുക്ക് കേരളത്തിലാകുമ്പോൾ ഈസി ആയിട്ട് പറ്റും. കേരളത്തിലെ എല്ലാ മുസ്ലിം പള്ളികളിലും നോക്കിക്കോ, എല്ലാ പള്ളിയിലും ഓരോ കുഞ്ഞിൻ്റെ കയ്യിൽ ഓരോ കിതാബ് ഉണ്ടാവും, ഖുറാൻ ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ടാവും ഖുറാൻ, ഓരോന്നും ഉണ്ടാവും. ഖുറാൻ്റെ കളിമയമാണ് അല്ലേ? അതെ. എല്ലാ ക്രിസ്ത്യൻ പള്ളികളിലും നോക്കുക, ബൈബിളിൻ്റെ കളിയാണ്. ഇവരുടെ കക്ഷത്രവും ഉണ്ടാവും ബൈബിള്, എല്ലാം ബൈബിളിൻ്റെ മയം. ഓക്കെ. എന്നാൽ വേദങ്ങളുള്ള ഏതെങ്കിലും ഒരു ക്ഷേത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കണം, എനിക്ക് വിവരം തരണം. എനിക്ക് അമ്പലത്തിലൊന്ന് പോകണം. എനിക്കറിയാം അമ്പലമാണെന്നുണ്ടെങ്കിൽ വേദമുണ്ടാവില്ല. എന്തൊരത്ഭുതമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെയാണ് മൂല്യച്യുതി. ഈ മൂല്യച്യുതി മാറ്റാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കും എനിക്കുണ്ട്. കാരണം നമ്മളെ മക്കളെ പഠിപ്പിക്കണം. വേദമെന്ന് പറഞ്ഞാൽ മക്കളെ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനുള്ള ഡിവൈസാണെന്ന്. എന്താണ് ഹാപ്പി? എല്ലാ ഹോർമോണുകളും നാച്ചുറലാണ്, ആർട്ടിഫിഷ്യൽ ഹോർമോണാണ്. അതിന് 3-4 ഡിവിഷനുകളുണ്ട്. ഒക്കെ യൂട്യൂബിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഈ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനുള്ളതാണ് വൈദിക സംസ്കൃതി. വേദമന്ത്രങ്ങൾ കേട്ടാൽ മാത്രം മതി നമ്മുടെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റിക് കോടാനുകൂടി. ഇതിനിടെ ഞാൻ ഏതോ ഒരു സോഷ്യൽ മീഡിയയിൽ ശരിയാവുന്ന കൃത്യമായിട്ട് ഭൂമിയെ ചുറ്റാനുള്ള അത്രയും ഞാടി ഞരമ്പുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന്, അസംഖ്യോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ന്യൂറോ സിസ്റ്റങ്ങൾ മുഴുവൻ ഓപ്പണാക്കുന്ന, മേധാസൂക്തൊക്കെ കേട്ട് കഴിഞ്ഞാൽ ബുദ്ധി ഓപ്പണാകുന്ന, മേധ എന്ന് പറഞ്ഞാൽ ബുദ്ധി. പിന്നെ നമ്മുടെ ബ്രെയിൻ്റെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ ടെമ്പർ ലോഗോ. ആ ടെമ്പർ ലോഗ് ഓപ്പൺ ആവാൻ, അത് സ്ട്രെങ്ത് ആവാനും, കാരണം ഈ ടെമ്പർ ലോഗിന് ഈ ചെതൽ പിടിച്ചതിനൊക്കെ കേട് വന്ന് കൊഴിഞ്ഞു വീഴലാണ് അൽസിമേഷ്യ. അപ്പോൾ അൽസിമേഷ്യയൊന്നും ഒരിക്കലും വരില്ല. പിന്നെ കുട്ടികളോട് വളരെ പ്രേമപൂർവ്വം പറയണം, മക്കളെ വേദമന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രേ മാറ്റർ ബൂസ്റ്റിംഗ് എനർജിയാണെന്ന് പറയണം അവരോട്. അപ്പോൾ ബാക്കി അവർക്ക് മനസ്സിലാവും, നമുക്ക് മനസ്സിലാവില്ല, മക്കൾക്ക് മനസ്സിലാവും. എന്ത്? ബ്രെയിൻ്റെ ഒരു പോർഷനാണ് ഗ്രേ മാറ്റർ. ഇവരുടെ ബുദ്ധിശക്തി വികസിപ്പിക്കുന്നതും ഇവരുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതും ഇവരുടെ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ രീതിയിലേക്ക് ബ്രെയിനിനെ വളർത്തുകയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ള ബ്രെയിൻ നൽകുകയും
അന്ന് ആ ബ്രെയിനിൻ്റെ പേര് എന്താണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എനർജി കൊടുക്കുന്ന ബ്രെയിനാണ് എന്താണ്? ക്രിയേറ്റീവ് ഇൻ്റലിജൻസ്. ഈ ക്രിയേറ്റീവ് ഇൻ്റലിജൻസാണ് ബോധ ഊർജം. ഇതാണ് വേദങ്ങളിലെ ഡിസ്കഷൻ മാറ്റർ എന്ന് നമ്മളെ മക്കളോട് പറയണം. അവർ വേദം മുഴുവൻ പഠിച്ചോളും, ഏറ്റവും നല്ല ഉത്തമ പൗരന്മാരായിക്കോളും. മക്കൾ സ്നേഹിക്കുന്ന അച്ഛനായി മാറും, ഭാര്യ സ്നേഹിക്കുന്ന ഭർത്താവായി മാറും, അച്ഛനും അമ്മയും ബഹുമാനിക്കുന്ന സമൂഹം മുഴുവൻ സർവാദരണീയനായ ഓരോ സുഹൃത്തുക്കൾക്കും പ്രിയങ്കരമായ വ്യക്തിത്വമായി മാറും നമ്മുടെ മക്കൾ. ഇത്രേ വേണ്ടൂ. ഈ വൈദിക സംസ്കൃതി ഇൻട്രസ്റ്റ് ആക്കിയെടുത്താൽ മാത്രം മതി. മക്കളോട് പറയണം, ഈ അഡ്രിനാൽ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ എല്ലാവർക്കും പ്രാന്താണിപ്പോൾ. കാരണം സ്ട്രെസ്സും സ്ട്രെയിനുമാണ് സമസ്ത മേഖലകളിലും നമ്മുടെ കുട്ടികൾ അനുഭവിക്കേണ്ടത്. ഇപ്പോൾ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കാണ് IAS പഠിക്കാനുള്ള കോച്ചിങ്. 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്കാണ് 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് MBBS എക്സാം എഴുതേണ്ട ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മുടെ രാവിലെ ഒരു ട്യൂഷൻ, വൈകുന്നേരം ഒരു ട്യൂഷൻ. ഇപ്പം കണ്ടില്ലേ നമ്മൾ 14ാമത്തെ നിലയിൽ നിന്നൊരു കുഞ്ഞ് ട്യൂഷന് പറഞ്ഞു വിട്ടിട്ട് ദേഷ്യം വന്നിട്ട് ദിവസേന പോവില്ല എന്ന് പറഞ്ഞ് ബഹളം വെച്ച് കുഞ്ഞിനെ അടച്ച് പുറത്താക്കി വാതിലടച്ചു. കുഞ്ഞ് 14ാമത്തെ നിലയിൽ താഴത്തോട്ട്. ഈ ട്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് അങ്ങോട്ട് സ്ട്രെസ്സും സ്ട്രെയിനും അങ്ങോട്ട് കയറി ഇംബാലൻസ്ഡ് മൈൻഡാണ്. അതാണ് നമ്മുടെ മക്കൾക്കൊക്കെ ഇത്രയധികം ദേഷ്യം വരുന്നത്. ഈ പഠിക്കുന്ന കേട്ടിട്ട് ഇറിറ്റേറ്റ് ചെയ്താണ്. നമ്മൾ മക്കളോട് പഠിക്കുക പറയുമ്പോൾ നമ്മളെ തന്തക്കും തള്ളക്കും അവർക്ക് വിളിച്ചു. അച്ഛനും മക്കളും അമ്മയും മക്കളും ഇങ്ങനെയുള്ളതിന് പകരം ഇങ്ങനെയാണിപ്പോൾ. കാരണം എന്താണ്? ഡൈവേഴ്സ് ഇല്ല. ഒരൊറ്റ ബന്ധത്തിന് മാത്രമേ ഡൈവേഴ്സ് ഉള്ളൂ, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്. എനിക്കറിയാൻ മേല ഇതിൻ്റെ രഹസ്യം എന്താണെന്ന്. മക്കളും അച്ഛനും തമ്മിലുള്ള ബന്ധം ഡൈവേഴ്സ് ആവുന്നുമില്ല. ഇങ്ങനെയും എന്താണ്? പഠിക്കുമോനെ ഇത് കേൾക്കുമ്പോൾ അവർ കയറിട്ട്. അപ്പോൾ ഇംബാലൻസ്ഡ് മൈൻഡിൽ നിന്നും ബാലൻസ്ഡ് മൈൻഡിലേക്ക് ഇവരെ ഉയർത്തുകയാണ് വേദങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, എന്നാൽ അച്ഛൻ എന്നെയും പഠിപ്പിക്കുകയോ ചോദിക്കും. അതിന് നമ്മൾ ആദ്യം പഠിക്കണം. അതിന് ഞാൻ നല്ലൊരു മന്ത്രം പറഞ്ഞു തരാം. കൃഷ്ണ യജുർവേദത്തിലെ എൻ്റെ യജ്ഞോപവീതം പോലെ, എൻ്റെ ശിഖ പോലെ, എൻ്റെ പ്രാണൻ പോലെ എനിക്ക് അത്യപൂർവമായ സൗഖ്യം, ജീവിതത്തിൽ പരമാനന്ദവും ഭൗതികമായ എല്ലാ നേട്ടങ്ങളും എന്നെ നേടാൻ പ്രേരിപ്പിക്കുന്ന, അതായത് ഇതിനിടെ ഒരാളുടെ പേര്, എനിക്കയാളുടെ പേര് ഓർമ്മയില്ല, അടുത്ത ജന്മത്തിലെങ്കിലും അയാളെല്ലാം പഠിച്ചിട്ടാണ് പറയുന്നത്, ഭാരതത്തിൽ ഹിന്ദുവായി വന്ന് യജുർവേദിയായിട്ട് പഠിക്കണം. ഇപ്പം നമ്മൾ ചിന്മയ മിഷനൊക്കെ ഫോളോ ചെയ്യുന്നത് ഈ യജുർവേദിക്ക്, ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ യജുർവേദ സമ്പ്രദായ പ്രകാരമാണ്. ഏതായാലും ശരി, ഏറ്റവും ബൃഹത്തായ ഒരു ഉപനിഷത്തുണ്ട്, ബൃഹദാരണ്യക ഉപനിഷത്ത്. അത് കൃഷ്ണ യജുർവേദത്തിലാണ്. നമുക്കറിയാം ഒരുപാട് അസംഖ്യോയമായ ഉപനിഷത്തുക്കളുണ്ട്. അവയെല്ലാം നഷ്ടപ്പെട്ടു. ഇപ്പോൾ നമുക്ക് 1180 ഉപനിഷത്തുക്കളാണ്. ഇതിനകത്ത് നിന്ന് 100 ഉപനിഷത്തുക്കൾ പ്രധാനം. ഇതിനകത്ത് നിന്നും ശ്രീശങ്കര ഭഗവത്പാദർ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു 10 എടുത്ത് തന്നിട്ട് പറയുന്നുണ്ട്, ഇത് പഠിച്ചാൽ മതി മണികണ്ഠ എന്ന് പറഞ്ഞു. ശരണമയ്യപ്പ, ആ പരമ്പരയിൽ നിന്നും എനിക്കത് പഠിക്കാൻ പറ്റി. ശ്രദ്ധിക്കൂ. ഈശ കേശ കഠ പ്രശ്ന മുണ്ടമാണ്ഡുക്യ തൈത്തിരി ഐത്തിരീയം ചാം ദോക്യം ബൃഹദാരണ്യകം തഥ. ഈ 10 ഉപനിഷത്തുക്കളും ആ ഗുരുമുഖത്തു നിന്ന് പഠിച്ചു. ആ ബൃഹദാരണ്യ ഉപനിഷത്തുക്കളെ വേദങ്ങളിൽ, ഋഗ്വേദത്തിൽ ധാരാളം കർമ്മകാണ്ഡങ്ങളിലും കേൾക്കുന്നൊരു മന്ത്രമാണിത്. അതിനകത്ത് നമുക്ക് ബ്രാഹ്മണം 5 മന്ത്രം 3 വളരെ മധുരമായിട്ട് എന്താണ് നമുക്ക് കേൾക്കാം. ഓം ഭൂർഭുവസ്സുവഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാൽ. എൻ്റെ ബുദ്ധിക്ക്, എൻ്റെ ബോധത്തിന് ഈ മന്ത്രം പ്രചോദനം ഉൾക്കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു അടിമുടി പോസിറ്റീവായ പരിവർത്തനമുണ്ടായി. എൻ്റെ ജീവിതം വസന്തമാകട്ടെ. ഓം അയമഗ്നി സർവേഷാം ഭൂതാനാം മധു അസ്യാഗ്നേ
സർവാണി ഭൂതാനി മധു യശ്ചായമസ്മിന്നഗ്നൗ തേജോമയോ അമൃതായ പൂരുഷ യശ്ചായമധ്യാത്മം വാഗ്മയസ്തേജോമയോ അമൃതായ പൂരുഷ അയമേവ സ യോ യമാത്മാ ഇദമമൃതം ഇദം ബ്രഹ്മ ഇദം സർവം. മധുരമായ ഈ മന്ത്രമാണ്. ഇത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് തന്നെ ജന്മാന്തരേ ഭവേത് പുണ്യം. കോടാനുകോടി ജന്മത്തിൻ്റെ സുഹൃതം കൊണ്ടാണ് താങ്കൾക്കിത് കേൾക്കാൻ സാധിച്ചത്. നോക്കണം, 7000 വർഷം മുന്നേ ശ്രുതിയിലൂടെ കേട്ട് മുത്തശ്ശന്മാർ പഠിപ്പിച്ച ആ മന്ത്രം നിങ്ങൾക്കിത് കേൾക്കാൻ സാധിച്ചില്ലേ? എത്ര സുഹൃതികളാണ് നിങ്ങൾ. ഇനി ഇതിനേക്കാൾ അത്ഭുതമായിട്ട് നമുക്ക് കേൾക്കാം. ഇത് അഗ്നി ഭഗവാനെ കുറിച്ചുള്ളൊരു മന്ത്രമാണ്. ഋഗ്വേദത്തിലെ ആദ്യത്തെ സൂക്തം തന്നെ. എൻ്റെ കൂട്ടുകാരൻ സ്വാമി നിഷിത് ചൈതന്യജി കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ പോയിട്ട് ഋഗ്വേദം അത് ഡിസ്കഷനാണ് ഇപ്പോൾ അദ്ദേഹമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, അഗ്നിമീളെ പുരോഹിതം യജ്ഞസ്യ ദേവമൃത്യുജം ഹോതാരം രത്നധാതമം. എടാ, നിന്റെ ജീവിതം നീ രത്നവും പവിഴത്തിനും തുല്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഋഗ്വേദം പഠിക്കണം. എൻ്റെ ഇടയ്ക്ക് പറഞ്ഞതാണ് എൻ്റെ കൂട്ടുകാരൻ. ആ ഋഗ്വേദത്തിലെ ആദ്യം തുടങ്ങുന്നത് എന്താണ്? അഗ്നിമേള് പുരോഹിതം. ആചരിച്ച് മുന്നിൽ നടക്കണം. എന്ത്? അഗ്നി. മനസ്സിലായില്ല? അതാണ് ഹോമങ്ങൾക്ക് മുഴുവൻ അഗ്നി എടുക്കുന്നത്. ഇനി ഈ അഗ്നി ശ്രദ്ധിക്കണം. അഗ്നി എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും അഗ്നിയുടെ ചൂടും അഗ്നിയുടെ പ്രകാശവും ജ്ഞാനാഗ്നിയും ബുദ്ധിയിൽ കാണണം. വേദങ്ങൾ പറയുന്നു ജ്ഞാനാഗ്നിയാണ്. വേദവ്യാസ ഭഗവത്പാദ വിരചിതമായ മഹാഭാരതം, അതിൽ ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരമെടുത്തിട്ട് ഭഗവാൻ പറഞ്ഞു, ശ്രീശങ്കര ഭഗവത്പാദർ അതിന് ഭാഷ്യം നമുക്ക് അനുഗ്രഹിച്ചു. യഥേതാഗ്നി സമിധോഗ്നി ഭസ്മാൽ കുരുതേ അർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മാൽ കുരുതേ തഥാ. നിൻ്റെ ജീവിതത്തിലെ സർവ്വ ദുഃഖങ്ങളെയും നശിപ്പിച്ച് സന്തോഷ സംതൃപ്ത ജീവിതം നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജ്ഞാനിയാകാൻ നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ. എന്ത് അസന്നിഗ്ധമായിട്ടാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ നമ്മുടെ കൈപിടിച്ചുയർത്തുന്നത്. ആ ജ്ഞാനാഗ്നി ശ്രദ്ധിക്കണം. ഈ ജ്ഞാനാഗ്നി എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മറ്റേ അഗ്നിയെ, ഒറിജിനൽ അഗ്നിയെ കാണണം. അതിന് പ്രകാശവും ഉണ്ടാവും, താപവും ഉണ്ടാവും. ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ 3 അഗ്നിയാണുള്ളത്. ഒന്ന് ആവഹനീയ അഗ്നി, നമ്മൾ ഹോമത്തിനൊക്കെ ആവാഹന ഓം അഗ്നയേ സ്വാഹ എന്ന് പറഞ്ഞ് ഈ അഗ്നി എടുക്കുന്നത്. പിന്നെ ഗാർഹപത്ന്യാഗ്നി, പിന്നെ ദക്ഷിണാഗ്നി. ഈ ഗാർഹപത്ന്യാഗ്നി കുടുംബത്തിൽ അടുക്കളയിൽ ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ ഗ്യാസ് ഇല്ലാത്തൊരവസ്ഥ എന്തായിരിക്കും? കട്ട പുകയായിരിക്കും. ഇതുപോലെയാണ്. ശ്രദ്ധിക്കണം, ജ്ഞാനാഗ്നി ബ്രെയിനിൽ ഇല്ലെങ്കിൽ നമ്മളെ മക്കളെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയിൽ ഗ്യാസ് ഇല്ലാതെ മക്കളെ എന്തെങ്കിലും നടക്കുകയോ ഇല്ല. ഇതുപോലെ നമുക്കൊരു സ്ഥലത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എവിടെ ആരെ പറയണം? ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചാലേ വഴി കാണിച്ചു തരൂല്ലേ? കാണിച്ചു തരും. ഇതുപോലെ കൃഷ്ണ യജുർവേദം നമ്മുടെ ജീവിതത്തിന് കൃത്യമായ ദിശാബോധവും കൃത്യമായ ലക്ഷ്യവും, ആ ലക്ഷ്യത്തിൽ ജീവിതത്തിലെ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ടാർഗറ്റ് അച്ചീവ് ചെയ്തിരിക്കും. ഇത് നമ്മൾ കുടുംബത്തിൽ ആദ്യം കാണിച്ചു കൊടുക്കണം. യദ്യഥാചരതി ശ്രേഷ്ഠ തത്ര ദേവോസ്ഥതോ ജയ. സയത് പ്രമാണം, അത് പ്രമാണമായിട്ട് നമ്മുടെ മക്കൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇനി ഈ അഗ്നിയെ തന്നെ വേദകാലഘട്ടത്തിൽ വേറൊരു അഗ്നി എന്ന് പറയും. എന്താണ് അതിൻ്റെ? വൈശ്വാനരാഗ്നി എന്ന് പറയും.
എന്താണ്? വൈശ്വാനരാഗ്നി എന്ന് പറയും. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പൂർണ്ണാവതാരം എടുത്ത് കൃഷ്ണൻ പറയും, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിതം പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം വൈശ്വാനര അഗ്നി. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ അഗ്നി എന്താണ്? ആസിഡിറ്റി. അപ്പോൾ ആസിഡിൻ്റെ സ്വഭാവം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ഇല്ലെങ്കിൽ H2SO4 1 ലിറ്റർ മേടിച്ചു കൊണ്ടുവന്നിട്ട് വേണ്ട ഞാൻ തമാശക്ക് പറയുന്നതാണ്. അത്ര അപകടകാരിയാണ്. ഇതിനെയാണ് ഇതുപോലെ ഒരു വൈദിക സംസ്കൃതിയിൽ ഒരു വലിയ സബ്ജക്റ്റിനെ അവതരിപ്പിക്കുക എന്നത് ഷോർട്ട് നോട്ടാണ് ഈ വൈശ്വാനര അഗ്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ 3 രീതിയിലുള്ള അഗ്നി ഉണ്ട്. ഇതിലൊരു അഗ്നിയാണ് ജീവാഗ്നി. ഈ വേദങ്ങൾ പറയുന്നത് എന്താണ്? ജീവാഗ്നി. അയ്യോ തിരുമേനി അത് മനസ്സിലായില്ലല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തെർമോമീറ്ററിങ് മേടിച്ചു കൊണ്ടുപോടും. പനി വരുമ്പോൾ നമ്മൾ കക്ഷത്തിൽ വെക്കൂലേ? നാക്കിൽ വെക്കൂലേ? നാക്കിൽ വെക്കൂല, അത് പണ്ടാണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ നാക്കിൽ വെച്ചാൽ അത് അഴിക്കും. അപ്പോൾ ഇപ്പോൾ കുഞ്ഞുങ്ങളെ കമിഴ്ത്തി അവിടെ കിടത്തി മലദ്വാരത്തിലൊക്കെ അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റും. അപ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എവിടെ ആയാലും ശരി, അപ്പോൾ അതിനകത്ത് കാണിക്കും എന്ത്? 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് എന്ന്. അതിൽ കൂടുതലായിക്കഴിഞ്ഞാൽ പനിയുണ്ട്, അതിലും കൂടുതലായിക്കഴിഞ്ഞാൽ കൊറോണയുണ്ട്, അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആൾ ചത്തുപോയി. അയ്യോ, ആൾ ചത്തുപോയി. അപ്പം ജീവാഗ്നി, പ്രാണാഗ്നി, അതിൻ്റെ വേദങ്ങളിൽ പറയുന്നതാണ് പ്രാണ ഊർജം. നമ്മുടെ ഓരോ കോശങ്ങളിലും ഓരോ സെല്ലിലും നിലനിർത്തുന്ന പ്രാണ ഊർജം. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ താപോർജവും പ്രകാശോർജവും ബുദ്ധിയെയും ശരീരത്തെയും ഉണർത്തുകയും ഉയർത്തുകയും ചെയ്യുന്നതാണ് അഗ്നി ഭഗവാനായി മാറുന്നത്, അഗ്നിയുടെ ചൈതന്യമായി നാം മാറുന്നത്. അപ്പോൾ നമ്മൾ വൈദിക കാലഘട്ടത്തിലെ ഹോമങ്ങളൊക്കെ ഇപ്പോഴും ഭഗവത് സേവ ഗണപതി ഹോമത്തിലൊക്കെ നമ്മൾ അഗ്നി എടുക്കാനില്ലേ? അതിൽ അഗ്നയെ സ്വാഹ, അഗ്നയെ വൃഷ്ടകൃതേ ഇതെന്നോമ സോമായ സ്വാഹ, ഇങ്ങനെ പറഞ്ഞ് സ്വാഹ എന്ന് പറഞ്ഞ് നമ്മൾ ഹോമിക്കുന്നത് കാണും. അപ്പോൾ ഈ അഗ്നി ഭഗവാന്റെ വൈഫാണ് സ്വാഹ. അപ്പോൾ ഇദ്ദേഹം വളരെ ബിസിയാണ്. കാരണം എല്ലാ ദേവന്മാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ടവറാണ്. നമ്മളെ സിം കാർഡില്ലേ, അതുപോലെ എല്ലാം നമ്മളവിടേക്ക് ഉള്ള മൊബൈൽ നമ്പറിലോട്ട് മുഴുവൻ മെസ്സേജുകൾ എത്തിച്ചു കൊടുക്കുന്നില്ലേ? നമ്മളൊരു വാട്സാപ്പ് മെസ്സേജ് ഒന്നെടുത്ത് ആൾന്നടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നില്ലേ? ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇടുന്നില്ലേ? ഇതുപോലെ എത്തിക്കുന്ന മെസ്സഞ്ചറാണ് സ്വാഹ, ഇദ്ദേഹത്തിൻ്റെ വൈഫ്. ഇദ്ദേഹം എല്ലാം സ്വീകരിച്ച് വൈഫിനെ ഏൽപ്പിച്ച് എല്ലാ സ്ഥലത്തും എത്തിക്കാം. പുള്ളിക്കാരി അറിയാലോ, പെണ്ണുങ്ങളെ കയ്യിലൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോണ കേരളം മുഴുവൻ എത്തിക്കും. ഏഷ്യാനെറ്റും സർവ്വ TV ചാനൽ ഇവരുടെ കയ്യിലാണെന്നറിയാലോ. ഇത് വൈദിക സംസ്കൃതിയിൽ അറിയാവുന്നതുകൊണ്ടാണ് അഗ്നി ഭഗവാൻ തൻ്റെ പ്രിയതമയായ സ്വാഹയെ എല്ലാ മന്ത്രങ്ങളുടെയും കൂട്ടത്തിൽ സ്വാഹ എന്നിങ്ങനെ കാണിക്കുന്നത്. ഏതായാലും ശരി, നമ്മൾ ഈ സംസ്കൃതി പഠിക്കണം. പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതർമിത്ര വരുണ പ്രാതരശ്വന പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതി. പൂഷണം നമ്മൾ ഊർജ്ജസ്വലമാകുന്നത് പ്രാതരഗ്നിം, ഈ അഗ്നിയുടെ ചൂടും അഗ്നിയുടെ പ്രകാശവും നമ്മളെ സമസ്ത ജീവിതത്തെയും ഉയർത്തേണമേ. ശരീരം അഗ്നി ഭഗവാന്റേതാണ്. ശരീരം ആരുടേതാണ്? അഗ്നി ഭഗവാന്റേതാണ്. റെൻഡഡ് ബോഡി, വേദങ്ങൾ പറയുന്നു ഇതെന്താണ്? റെൻഡഡ് ബോഡി. പുള്ളിക്കാരനോട് മേടിച്ച് അതെന്താ തിരുമേനി അങ്ങനെ പറഞ്ഞത്, അത് നമുക്ക് അങ്ങനെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അച്ഛനോട് അമ്മയോട് പോയി ചോദിക്കുക. അതെന്തായാലും വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആയല്ലോ. എടോ, അച്ഛൻ്റെ സെമന് അച്ഛൻ്റെ ശരീരത്തിലെ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ട്. 38 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിക്കഴിഞ്ഞാൽ ആ സെമന് അൺകോൺഷ്യസ് ആവും. പിന്നെ എഗ്ഗിനെ പോയിട്ട് തുറന്ന് അതിനകത്ത് പ്രവേശിക്കേണ്ട കഴിവുണ്ടാവില്ല. അതാണ് ചില കുട്ടികളില്ലാത്ത ആൾക്കാരുടെ IVF സെൻറ്ററിൽ പോയി ചെക്ക് ചെയ്ത് പറയും നിങ്ങൾക്ക് വെരിക്കോസാന്ന് പറയും. എന്താണ് വെരിക്കോസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുള്ള ബ്ലഡ് ഈ സെമൻ പോകുന്ന ട്യൂബിൻ്റെ വഴിയിലൂടെ പോകും. അപ്പോൾ ഇതതിന് മുട്ടുമ്പോൾ ഇവൻ അൺകോൺഷ്യസ് ആയി പോവും. മനസ്സിലായല്ലോ. അപ്പോൾ ഈ അഗ്നി ഭഗവാൻ, അപ്പോൾ ഈ ചൂടിൻ്റെയാണ് ഇതിൻ്റെ ഹെഡ്. അതാണ് പോയിട്ട് വികസിച്ച് എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ നഗ്നനേത്രം കൊണ്ട് കാണാൻ പാടില്ലാത്ത ആ സെമനാണ് ഞാൻ ഈ രീതിയിലായത്. അയാളുടേതാണ് എൻ്റെ ശരീരം. ഇതുകൊണ്ടാണ്
യസ്തേ സോമപ്രാണസ്ഥാൻ ജുഹോമി. ഹേ അഗ്നിഭഗവാനെ, അങ്ങയ്ക്ക് ഞാൻ ദിവസേന എൻ്റെ ശരീരം ഹോമിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് കേട്ടോ. വൈദിക സംസ്കൃതി ഞങ്ങളൊക്കെ എല്ലാ ദിവസവും ചൊല്ലുന്ന മന്ത്രമാണിത്. ഇതെല്ലാ ദിവസവും ചൊല്ലണം. ഇതാണ് റിമൈൻഡർ. ഇതെൻ്റേതല്ല. നോ മമ, അതാണ് നമ നമ. നമാന്ന് ഇവിടെ കേട്ട് കഴിഞ്ഞാൽ ഏത് മന്ത്രത്തിൻ്റെ കൂടെ നമാന്ന് കേട്ടാൽ നോ മമ, ഇതെൻ്റേതല്ല എന്നാണ് അതിൻ്റെ മീനിങ്. ഈ ശരീരം എൻ്റേതല്ല, പിന്നെ ആരുടേതാണ്? അഗ്നി ഭഗവാൻ്റെതാണ്. ഈ മന്ത്രം ദിവസേന ചൊല്ലുന്ന കേട്ട് കേട്ട് പഠിക്കുകയാണ് ആര്? എൻ്റെ മക്കള്. എൻ്റെ മക്കള് ഈ മന്ത്രങ്ങൾ കേട്ട് കേട്ട് പഠിക്കുന്നുണ്ട്. യസ്തേ സോമപ്രാണസ്ഥാൻ ജുഹോമി. ഈ ശരീരത്തെ ഞാൻ അഗ്നിക്ക് ഹോമിക്കുന്നു. ദിവസേന എൻ്റെ മകൻ കേട്ട് പഠിക്കുകയാണ്. ഇപ്പൊ വായുരനിലമൃതമധേദം ഭസ്മാന്ത്യം ശരീരം. എൻ്റെ ഭസ്മം എൻ്റെ ശരീരം അഗ്നിഭഗവാന് കൊടുത്ത് അത് അഗ്നിയാകണം. എപ്പോ? ഞാൻ ജഗദീശ്വരനിൽ നിന്നും വന്ന് ജഗദീശ്വരനായി ഇവിടെ ജീവിച്ച് ജഗദീശ്വരനോട് തിരിച്ചു ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ മൃതശരീരം അതിന് ശിവനിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ, ശവമായി കഴിഞ്ഞാൽ ഇത് അഗ്നിഭഗവാന് കത്തിച്ച് കളയാനുള്ളതാണ്. ഞാൻ ദിവസേന മന്ത്രം ചൊല്ലി ഇത് കേട്ട് ഈ വൈദിക സംസ്കൃതി എൻ്റെ മക്കളെയും പഠിപ്പിച്ച് എൻ്റെ മക്കൾ എൻ്റെ ശരീരത്തെ, ശ്രദ്ധിക്കണം, യജ്ഞ മന്ത്ര സംസ്കാരം. എനിക്ക് ഈ ഹിന്ദു എന്ന നിലയിൽ വല്ലാത്ത അഭിമാനമാണ്. ഇത് കോടാനുകൂടി രോഗാണുക്കൾ ഉണ്ടാവും ഇതിനകത്ത്. ഉണ്ടാവും. അബ്ദുള്ള മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കണ്ണൂരൊക്കെ വളപട്ടണം ഏരിയയിൽ അത് മരിച്ചു കഴിഞ്ഞാൽ അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ചെതുപ്പ് ഏരിയയാണ്. ആ നെയ്യ് ഇങ്ങോട്ട് പൊങ്ങും. ഇതിനകത്ത് മുഴുവൻ ഓയിലി സബ്സ്റ്റൻസ് ആണ്. ഇതും രോഗാണുക്കൾ മുഴുവൻ പൊട്ടി ഒഴുകി മുകളിലൊക്കെ വന്ന് ശരണമയ്യപ്പ. ക്രിസ്ത്യാനികളും ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ രോഗത്തെ വീണ്ടും 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 പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ സെമിറ്റിക് മതങ്ങൾ. അശാസ്ത്രീയമാണ്. കോമൺ സെൻസേ വേണ്ടൂ. അപ്പോൾ എൻ്റെ സംസ്കൃതിയാണെന്നുണ്ടെങ്കിലോ ഈ കോടാനുകോടി രോഗാണുക്കളെ വീർത്ത് പൊട്ടി വരുന്നതിന് മുന്നേ തന്നെ പ്രാണാനങ്ങടെ പോയി എന്ന് കേട്ട് കഴിഞ്ഞാൽ ഭസ്മമാക്കുന്ന സംസ്കൃതി. എന്തൊരഭിമാനം! അയമഗ്നി സർവേഷാം ഭൂതാനം മധു. ഈ അഗ്നി ഏത്? ഈ ശരീരത്തിലുള്ള ഈ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുന്ന അഗ്നി. അയമഗ്നി, ഈ അഗ്നി സർവേഷാം ഭൂതാനം മധു, എല്ലാത്തിലും താപ ഊർജ വൈദ്യുതിയായി. അയ്യോ തിരുമേനി, വൈദ്യുതി എടോ, ആ 110 kV സബ്സ്റ്റേഷനിലെ വൈദ്യുതിയല്ല. പിന്നെ എനിക്കൊരു നെഞ്ച് വേദന, ECG എടുക്ക്, ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഈ ബ്രെയിനിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തകൾ പറയുന്നു. ഇതൊക്കെ സൗണ്ട് എനർജി. അതിനകത്തോട്ട് ഇങ്ങനെയുള്ള ശരീരത്തിൽ നിൽക്കുന്ന എനർജി, ഈ എന്താണ്? ശക്തി, ഈ എനർജിയാണ്. അപ്പോൾ അയമഗ്നി, ഞാൻ ഈ അഗ്നി സർവേഷാം ഭൂതാനാം മധു, എല്ലാ ജീവജാലങ്ങളുടെയും ജീവിതത്തെ മധുരമാക്കി നിലനിർത്തുന്നതാണ്. ആ അഗ്നിഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് മനുഷ്യരാശി ഉണരുന്നത്. അത് ഏറ്റവും ഈ ഋഗ്വേദം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ശ്രദ്ധിക്കണം. ആൾക്കാരൊക്കെ നടന്നിങ്ങോട്ട് പോകുന്നുണ്ട്. ചില ആൾക്കാർ അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. ഓക്കെ. ഇത് 7500 വർഷം മുന്നത്തെ മാക്സ് മുള്ളർ അടക്കം പറയുന്നതാണ്. അപ്പോൾ ചില ആൾക്കാർ അവിടെ കിടന്നുറങ്ങാത്ത ആൾക്കാർ മൈൻഡ് ആക്കാതെ പോയി. പക്ഷേ ദിവസേന ഇയാളുടെ വയറ് വീർക്കുന്നുണ്ട്, കണ്ണു ഇതൊക്കെ പൊട്ടി വരുന്നുണ്ട്, മെല്ലെ മെല്ലെ ദുർഗന്ധം വരുന്നുണ്ട്, ലിക്വിഡായിട്ട് ഒഴുകി പോകുന്നുമുണ്ട്. കൊള്ളാലോ. അപ്പോഴാണ് ഇവർക്കിത് മനസ്സിലായത്. മെല്ലെ 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 പോയിട്ട് ഇവർ തൊട്ട് നോക്കുമ്പോൾ ഇതിനെന്തില്ല? ഈ അഗ്നിഭഗവാൻ വിട്ടുപോയി. അഗ്നിഭഗവാൻ ഇല്ല, ചൂടില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഇവർക്ക് മനസ്സിലായി ഈ അഗ്നിഭഗവാനാണ് എൻ്റെ മുന്നിലുള്ള എൻ്റെ ദേവൻ. അയമഗ്നി, ഈ അഗ്നി സർവേഷാം ഭൂതാനാം മധു, അസ്യാഗ്നേ സർവാണി ഭൂതാനി മധു. ജീവികളിൽ പ്രാണനെ നിലനിർത്തുന്ന ഈ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഊർജമാകുന്ന താപ ഊർജമാണ്
എൻ്റെ ജീവിതം മധുരപൂരിതമാക്കുന്നത് ആ അഗ്നിക്ക്, ശ്രദ്ധിക്കണം, എന്നോടും മധുവാണ്, എന്നോടും പ്രേമമാണ്. എന്താണ് ആ മധുവിന് എൻ്റെ ശരീരത്തിൽ നിലനിൽക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഒരു ബയ്യിങ് ആൻഡ് സെല്ലിങ്, ഒരു ബിസിനസ്, ബയ്യിങ് ആൻഡ് സെല്ലിങ്, ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്, ഒരു ഭാര്യാഭർത്തൃ ബന്ധം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴോ യശ്ചായമസ്മിന്നഗ്നോ തേജോമയോ അമൃതായ പുരുഷ. യശ്ചായമധ്യാത്മം വാങ്മയ തേജോമയോ അമൃതായ പുരുഷ. ഈ പുരുവിൽ ശയിക്കുന്ന രൂപനാമാത്മകമായ പ്രപഞ്ചം. കാരണം സർവേഷാം ഭൂതാനാം, ഭൂതം എന്ന് പറഞ്ഞാൽ അച്ഛനൊരു ഭൂതം, അമ്മയൊരു ഭൂതം, ആ ഭൂതമല്ല. ഇവിടെ ഒരു കുഞ്ഞുങ്ങളോട് നമ്മൾ പറയില്ല ഭൂതം പിടിക്കുന്നു, ആ ഭൂതമല്ല. പിന്നെ രൂപനാമാത്മകമായി ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെയാണ് ഇവിടെ ഭൂതം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ബോഡി, മൈൻഡ് ആൻഡ് ഇൻ്റലക്ച്വൽ, ശരീരമനോബുദ്ധികൾ മധുവാകട്ടെ, തേന്മയമാകട്ടെ, സ്നേഹപൂരിതമാകട്ടെ, സന്തോഷപൂരിതമാകട്ടെ. മധു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ഹണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇതുപോലെ ഒരു വ്യക്തി അവൻ്റെ സ്വഭാവം, അടിമുടി പെരുമാറ്റം ഈ വൈദിക സംസ്കൃതിയിൽ മാറ്റണം. ഇതാണ് വേദങ്ങളുടെ വിഷനും മിഷനും. ഇതിന് നമ്മളാദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഭാര്യയോടുള്ള പെരുമാറ്റം മാറ്റണം. മാറ്റിയേ പറ്റൂ. മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ മാറ്റും അവകളെ, നിങ്ങളെ തന്നെ. ആരോ പറഞ്ഞതാണ്, ആരാണ്? കുമാരനാശൻ. മാറ്റണം ഭാര്യയോടുള്ള പെരുമാറ്റം. അവൾ വേലക്കാരിയല്ല, അവളെ കെട്ടിയിട്ടിട്ടില്ല, അവൾക്ക് സ്വതന്ത്രമായ ഒരു വ്യക്തിത്വമാണ്. ഭാര്യയെ സ്വതന്ത്രമാക്കി വിടണം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, പൊന്നു ചേച്ചിമാരെ, ദേവിയേത് ആ ഭർത്താവ് പാവങ്ങളാണ്, ഞങ്ങൾ പെട്ടെന്ന് ചില ചൂടാവുന്നൊക്കെ ഉള്ളൂ, പഞ്ചപാവങ്ങളാണ്, ഒന്ന് വിട്ടേരി. നോക്കണം, ബിവറേജ് കോർപ്പറേഷനിൽ പോയി വിടരുത്, ചായറായ കുടിക്കാൻ വിടരുത്, കയ്യും കാലും കെട്ടിയിടണം. അതിനുള്ള കരുത്തും അറിവും ശക്തിയുമുള്ള സ്വാതന്ത്ര്യവുമുള്ളതാണ്. കാരണം നിങ്ങൾ ഞാൻ വിവാഹം ചെയ്തതാണ്. രാമായണ കാലഘട്ടമാണ്. സ്വയംവരം സ്വന്തം തീരുമാനിച്ചാണ് കെട്ടിയിടാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്. ചാരായം കുടിക്കാൻ വിടരുത്, സിഗരറ്റ് വലിക്കാം. കാരണം നിങ്ങൾക്കും ക്യാൻസർ ആയിരുന്നു, അദ്ദേഹവും ക്യാൻസർ രോഗിയാവും, അദ്ദേഹം മാറാ രോഗിയായിട്ട് വയസ്സാം കാലത്ത് നിങ്ങൾക്കും സമാധാനം തരൂല, പുഴുത്ത് നരകിക്കും. എൻ്റെ കരിനാക്കൊണ്ട് തന്നെ, കാരണം അനുഭവമാണ് എന്നെ പഠിപ്പിക്കുന്നത്. മധുവസൂയതേ മധു സദൃശം. എന്താണ് നോക്കിയേ, മധുരതരമായിട്ടുള്ള ഒരു പെരുമാറ്റം. ഭാര്യ ഭർത്താക്കന്മാർ, അച്ഛനും മക്കളും സുഹൃത്തുക്കളും എല്ലാവരോടും വാചാ വദാമി മധുമദ്ഭുയാസം. എൻ്റെ വായിലെ നാക്കുന്ന് മധു ഉണ്ടാവട്ടെ. ജിഹ്വാമേ മധുമത്തമാം. എൻ്റെ വായിലെ നാക്കിൽ മധു ഊറട്ടെ. ഓരോ കോശവും തേൻകുടമാകെ മാറട്ടെ. എന്നിൽ തേജസ്സും നിത്യ യൗവനവും ഈ അഗ്നി ഭഗവാൻ എനിക്ക് തരട്ടെ. മധു അനുഭവിക്കുന്ന പുരുഷനാണ് ഞാൻ. സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കുന്ന പൂർണ്ണബോധമാണ് ഞാൻ. എന്നിലുള്ള സർവ്വ സ്വപ്നങ്ങളും നീ സഫലീകൃതമാക്കി തരണേ. സ്വീറ്റ് ഡ്രീം. ഇതാണ് അഗ്നി ഭഗവാനോടുള്ള പ്രാർത്ഥന. അങ്ങനെയുള്ളൊരു ജീവിതം ഞാനും നിങ്ങളും കൊണ്ടുവരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ മധുവർഷമായി മാറും. മധുവിധുവാകട്ടെ ജീവിതം മുഴുവൻ. ഇതമൃതം. ഇതിന് മരണമില്ല. കാരണം എനിക്കും നിനക്കും മരണമില്ല. ഇതമൃതം. ഇത് അമൃതത്വത്തിലേക്കുള്ള പ്രയാണമാണ്. ഇതം ബ്രഹ്മം. ഇവൻ തന്നെയാണ് ശ്രദ്ധിക്കണം വേദങ്ങൾ. ജീവ ജഗത്ത് ജഗദീശ്വരൻ. ഇതം ബ്രഹ്മ. ഇത് തന്നെയാണ് ബ്രഹ്മ. ഇതം സർവം. എന്നിൽ നിന്നും അന്യമായി ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല. പ്രപഞ്ചത്തിൽ മറ്റേ ഒന്നിൽ നിന്നും അന്യമായി ഞാനെന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ ജീവിതത്തിൽ ദുസ്വഭാവങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല.
അപ്പം അസൂയ മുതലായിരിക്കുന്ന അസൂയ, കുശുമ്പ്, കുനിഷ്ട്, പാരവെപ്പ് മുതലായിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പകരം ജഗൻ മിഥ്യ ബ്രഹ്മം സത്യം ജീവോ ബ്രഹ്മൈവ ന അപര അനേക വേദ്യം സശാസ്ത്രം ഇതി വേദാന്ത ദിണ്ടിമാഹ. ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നു. എന്ത്? മധുവിദ്യയാണ് ബ്രഹ്മവിദ്യ, ബ്രഹ്മവിദ്യയാണ് ആത്മവിദ്യ, ആത്മവിദ്യയാണ് തത്വമസി, തത്വമസിയാണ് കൈവല്യം. അഹം ബ്രഹ്മാസ്മി. ആ വേദമാതാവിൻ്റെ അനുഗ്രഹം എനിക്കുമുണ്ടാകട്ടെ, നിങ്ങൾക്കുമുണ്ടാകട്ടെ. അമൃതത്വവും ബ്രഹ്മ സാക്ഷാത്കാരവും നിങ്ങൾക്കുമുണ്ടാകട്ടെ, എനിക്കുമുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ശ്രീ ഗുരുഭ്യോ